നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 3 മാസത്തെ ക്ഷേമ പെൻഷൻ അതൊരു മുടക്കവും കൂടാതെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിതരണ ഉത്തരവുകൾ ഉൾപ്പെടെ ഇറങ്ങിയിരുന്നു. അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് തുടങ്ങിയ മാസങ്ങളിൽ അത് കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള, അതായത് 6000 രൂപയോളം എല്ലാവരുടെയും കൈകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അറിയിപ്പുകൾ വന്നു കഴിഞ്ഞു. ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞാൽ പെൻഷൻ വിതരണത്തെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ അറിയിപ്പ് മുൻകൂറായിട്ട് സർക്കാർ നൽകിയിട്ടുള്ളത്. എല്ലാ മാസങ്ങളുടെയും 25-ാം തീയതിയോടെയൊക്കെ ആയിരിക്കും വിതരണം ആരംഭിക്കുകയും. എന്നാൽ ഇത് മാത്രമല്ല, പെൻഷൻ ചിലർക്ക് മുടങ്ങുമെന്നുള്ളൊരു പ്രധാന അറിയിപ്പ് കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. സ്ത്രീ ഗുണഭോക്താക്കൾ, പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളിൽ ചിലർ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അക്കാരണത്താലും ആനുകൂല്യങ്ങൾ മുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ശ്രദ്ധിക്കുക. ആരൊക്കെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഏറ്റവും ചുരുക്കത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. സംസ്ഥാനത്തെ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ, അങ്ങനെയുള്ളവർക്കാണ് നിയമങ്ങൾ ബാധകമാകുന്നത്. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും ഇങ്ങനെയുള്ളവർ ഏൽപ്പിക്കേണ്ടതാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അല്ലാത്തവർക്ക് ഈ നിയമം ബാധകമാണ്. 2000 രൂപ പെൻഷൻ ഇവരുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും വരണമെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് സമർപ്പിക്കണം. 30-ാം തീയതിക്കുള്ളിൽ ഇത് ഏൽപ്പിച്ചില്ല എങ്കിൽ ഏപ്രിൽ മാസം മുതൽ നമുക്ക് പെൻഷൻ ആനുകൂല്യം തടസ്സപ്പെടും. പെൻഷൻ പിന്നീട് ലഭിക്കാതെ വരുന്നൊരു സാഹചര്യമാണിത്. എന്നാണോ പിന്നീട് നമ്മൾ രേഖകൾ ഹാജരാക്കുന്നത്, അത് പിന്നീട് സർക്കാർ ഉദ്യോഗസ്ഥർ സേവനയിലേക്ക് അപ്ലോഡ് ചെയ്ത് വേരിഫിക്കേഷൻ എല്ലാം ചെയ്ത ശേഷം മാത്രമേ പിന്നീട് അനുവദിക്കുന്ന പെൻഷൻ ലഭിക്കുകയുള്ളൂ. മുടക്കം വരുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കേണ്ടതിന് എത്രയും വേഗം ഈ രേഖ സമർപ്പിക്കുക. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷകൾ കൊടുക്കേണ്ടത് നമ്മുടെ വില്ലേജ് ഓഫീസർക്കാണ്. അക്ഷയ, ജനസേവ, കോമൺ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. ആദ്യഘട്ടത്തിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുക. അത് അപ്രൂവ് ആയി വരുമ്പോൾ ആധാറിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് വേണം നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ തലങ്ങളിൽ ബന്ധപ്പെട്ട പെൻഷൻ വിഭാഗത്തിൽ ഇത് ഏൽപ്പിക്കേണ്ടത്. ഇനി അത് മാത്രമല്ല, ഇത് ഏൽപ്പിച്ചാൽ മാത്രം പോരാ, നമ്മൾ സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അത് കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് സേവനയിൽ അപ്ഡേഷൻ കാണാൻ സാധിക്കും. നിലവിൽ ഇത് കൊടുത്തവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ ചിലരുടെ ഇത് കൊടുത്ത ശേഷവും അപ്ലോഡ് ചെയ്തതായിട്ട് കാണിക്കുന്നില്ല, അതായത് സമർപ്പിച്ചിട്ടില്ലെന്നൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. എന്നാൽ മാർച്ച് മാസം 30 വരെ അതിനുവേണ്ടി കാത്തിരിക്കുക. അതിനുശേഷം അത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ ഒരുമിച്ചത് പരിഗണിക്കുകയും അപ്രൂവ് ചെയ്യുകയും ചെയ്യും. പിന്നീട് അത് നമ്മൾ സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമുക്ക് അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് സമർപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ അത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ചിലരുടെ അത് നേരത്തെ തന്നെ വെരിഫിക്കേഷൻ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റ് തടസ്സങ്ങളില്ല, നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കും. അതുകൊണ്ട് തന്നെ സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. ഇനി അത് മാത്രമല്ല, പെൻഷൻ ലഭിക്കുന്നത് 63 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ്. ഇതിൽ 3 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ പോലും സമർപ്പിച്ചിട്ടില്ലാത്തവരാണ്. അങ്ങനെയുള്ളവർ കൃത്യമായിട്ട് ഈ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കണം. അതും ഇതുപോലെ തന്നെ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി വില്ലേജ് ഓഫീസർക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് സമർപ്പിക്കുക. ഈ വർഷം എല്ലാവർക്കും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഇളവുകളുണ്ട്. നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ കൊടുത്തിട്ടുള്ളവർ ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ലാത്തവരാണ് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളും സേവനയുടെ സൈറ്റ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്തത്. ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.